ബൈബിളും ശാസ്ത്രവും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള 100 വീഡിയോകളുടെ പരമ്പരയിലെ അടുത്ത വീഡിയോയാണിത്. ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സനീഷ് ചേരൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു. ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള ഏതെങ്കിലും ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നാം ഓർമ്മിക്കണം. ബൈബിൾ ഒരിക്കലും ശാസ്ത്ര പാഠപുസ്തകമായി എഴുതിയിട്ടില്ല. രസതന്ത്രമോ ജീവശാസ്ത്രമോ പഠിപ്പിക്കുന്നതിനല്ല ബൈബിൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആധുനിക പാഠപുസ്തകങ്ങൾ ചെയ്യുന്നതുപോലെ ദൈവിക സത്യങ്ങൾ അറിയിക്കുന്നതിനാണ് ഇത് എഴുതിയത്. എല്ലാ തലമുറകളിലെയും സാധാരണ പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവം ആരാണെന്നും മനുഷ്യവർഗത്തിനായുള്ള അവന്റെ പദ്ധതി എന്താണെന്നും മനുഷ്യർക്ക് അവനെ എങ്ങനെ അറിയാൻ കഴിയുമെന്നും വെളിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതിനാൽ ബൈബിളിന്റെ ഭാഷ ലളിതവും ജനപ്രിയവും സാങ്കേതികമല്ലാത്തതുമാണ്. അതിനാൽ എല്ലാ സംസ്കാരങ്ങളിലെയും എല്ലാ കാലഘട്ടങ്ങളിലെയും ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും ബൈബിൾ ദൈവത്തിന്റെ നിശ്വസ്ത വചനമായതിനാലും ദൈവമെല്ലാം അറിയുന്നവനായതിനാലും ബൈബിളിന്റെ യഥാർത്ഥ രചനകളിലെ ഒന്നും ഒരിക്കലും ശാസ്ത്രത്തിന്റെ യഥാർത്ഥ വസ്തുതകൾക്ക് വിരുദ്ധമാകാൻ കഴിയില്ല. പ്രപഞ്ചത്തെയും അതിന്റെ നിയമങ്ങളെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് തിരുവെഴുത്തുകളുടെ എഴുത്തുകാരെ പ്രചോദിപ്പിച്ച ദൈവം. മനുഷ്യചരിത്രത്തിലെ ഓരോ യുഗത്തിനും അതിൻ്റെതായ ജനപ്രിയ സിദ്ധാന്തങ്ങളും തത്വചിന്തകളും ശാസ്ത്രീയ ഫാഷനുകളും ഉണ്ടായിരുന്നു. പുരാതന ഗ്രീക്കുകാരുടെ കാലത്ത് ഭൂമി ഒരു ഭീമൻ മൃഗത്തിന്റെ പുറകിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആളുകൾ കരുതി. പിന്നീട് ഭൂമി പരന്നതാണെന്നും കപ്പലുകൾ വളരെ ദൂരം സഞ്ചരിച്ചാൽ അരികിൽ നിന്ന് വീഴുമെന്നും ചിലർ കരുതി. മധ്യകാലഘട്ടത്തിൽ രോഗാണുക്കൾ കണ്ടെത്തുന്നതുവരെ മോശം വായുവിൽ നിന്നോ ശാപത്തിൽ നിന്നോ ആണ് രോഗങ്ങൾ വരുന്നതെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഈ ആശയങ്ങളിൽ പലതും ബൈബിളിന് വിരുദ്ധമായിരുന്നു. എന്നാൽ പിൽക്കാല ചരിത്രം ബൈബിൾ ശരിയാണെന്നും മനുഷ്യരുടെ സിദ്ധാന്തങ്ങൾ തെറ്റാണെന്നും തെളിയിച്ചു. ഒരു സിദ്ധാന്തത്തിന്റെ ജനപ്രീതി അത് എത്ര വ്യാപകമായി അംഗീകരിക്കപ്പെട്ടാലും അത് അങ്ങനെയാണെന്ന് തെളിയിക്കുന്നില്ല എന്നത് ശരിയാണ്. അതിനാൽ ഏതെങ്കിലും ശാസ്ത്രീയ ആശയം ബൈബിളിന് വിരുദ്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിപരമായ പ്രതികരണം ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ വസ്തുതകൾ വെളിച്ചത്തുവരുമ്പോൾ സത്യം വെളിപ്പെടും. ബൈബിൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് ചരിത്രം വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. ക്രിസ്തുമതത്തിന്റെ ചരിത്രത്തിൽ 2 സാധാരണ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുമ്പോൾ വേഗത്തിൽ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ആദ്യത്തെ തെറ്റ് ചെയ്യുന്നത്. ഓരോ പുതിയ ശാസ്ത്ര സിദ്ധാന്തവുമായും ബൈബിളിനെ ഏറ്റവും പുതിയ ആശയത്തിന്റെ വെളിച്ചത്തിൽ ഓരോ വാക്കും വിശദീകരിക്കാൻ അവർ തിരക്കുകൂട്ടുന്നു. ഓരോ ജനപ്രിയ പ്രവണതയുമായും തിരുവെഴുത്തുകളെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ താമസിയാതെ ആ ശാസ്ത്ര സിദ്ധാന്തം ശാസ്ത്രജ്ഞർ തന്നെ ഉപേക്ഷിച്ചു. സമന്വയം മണ്ടത്തരമായി തോന്നുന്നു. ഉദാഹരണത്തിന്, മുൻനൂറ്റാണ്ടുകളിൽ ആളുകൾ ഇപ്പോൾ അപമാനിക്കപ്പെട്ട ശാസ്ത്രീയമായ രീതിയിൽ ഉൽപ്പത്തിയെ വിശദീകരിക്കാൻ ശ്രമിച്ചു. പിന്നീട് സഭയെ ലജ്ജിപ്പിച്ചു. ബൈബിളിനെ കടന്നുപോകുന്ന ഓരോ സിദ്ധാന്തവുമായും ബന്ധിപ്പിക്കാൻ തിടുക്കം കൂട്ടുന്നത് അപകടകരമായ തെറ്റാണെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. രണ്ടാമത്തെ തെറ്റ് ഒരുപോലെ ഗുരുതരമാണ്. നിരസിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്ന പ്രവണതയാണിത്. ശാസ്ത്രവുമായി വൈരുദ്ധ്യമുള്ളതായി തോന്നുമ്പോഴെല്ലാം ബൈബിൾ ചില ആളുകൾ അശാസ്ത്രീയമായി കണക്കാക്കപ്പെടുമെന്ന ഭയത്താൽ തിരുവെഴുത്തുകളുടെ ഭാഗങ്ങൾ നിഷേധിക്കുന്നു. എന്നാൽ ഈ സമീപനം പാഠം അവഗണിക്കുന്നു. ചരിത്രത്തിന്റെ പാഠം വീണ്ടും വീണ്ടും ബൈബിളല്ല മനുഷ്യ അറിവാണ് തെറ്റാണെന്ന് തെളിഞ്ഞത്. നൂറ്റാണ്ടുകളായി പ്രപഞ്ചം ശാശ്വതവും മാറ്റമില്ലാത്തതുമാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ബൈബിൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി അനുപാതം 1:1 പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്ന് ആധുനിക പ്രപഞ്ചശാസ്ത്രം കണ്ടെത്തിയപ്പോൾ ബൈബിൾ അത് പ്രഖ്യാപിച്ചിരുന്നു. മുമ്പ് തമ്മിലുള്ള തർക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ബൈബിളും ശാസ്ത്രജ്ഞർ ധീരമായ ഒരു അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ തെളിവുകൾ കുറവാണെങ്കിൽ പോലും ലോകം പലപ്പോഴും അത് എല്ലാവരുമായും അംഗീകരിക്കുന്നു. എന്നാൽ ബൈബിൾ ഒരു പ്രസ്താവന നടത്തിയാൽ വസ്തുതകളുടെ പിന്തുണയോടെ പോലും അതിനെ സംശയത്തോടെയോ നിരസിക്കുകയോ ചെയ്യുന്നു. ഈ മുൻവിധി യുക്തിസഹമല്ല, അത് ആത്മീയമാണ്. ലോകം അതിനെതിരെ കലാപത്തിലാണ്. ദൈവത്തെ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഏതൊരു സിദ്ധാന്തത്തെയും ആളുകൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവന്റെ അസ്തിത്വം സ്ഥിരീകരിക്കുന്ന എന്തിനേയും അവർ എതിർക്കുന്നു. അതുകൊണ്ടാണ് ലോകം എല്ലാ പുതിയ സിദ്ധാന്തങ്ങളെയും ബൈബിളിനെതിരെ ആയുധമായി ഉപയോഗിക്കാൻ തിടുക്കം കൂട്ടുന്നത്. പരിണാമമോ ബഹുമുഖ ഊഹാപോഹങ്ങളോ ഭൗതികവാദ തത്വചിന്തയോ ആകട്ടെ. എന്നിരുന്നാലും ഇതിനിടയിൽ നമ്മൾ അത്ഭുതപ്പെടുന്നു. കാരണം പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ബൈബിൾ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രം വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കുന്നു. അല്ലെങ്കിൽ
വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവെഴുത്തുകളുടെ രേഖകൾ പോലെ നഗരങ്ങളെയും രാജാക്കന്മാരെയും സംഭവങ്ങളെയും കൃത്യമായി ആധുനിക ജ്യോതിശാസ്ത്രം സങ്കല്പങ്ങൾക്ക് അതീതമായ ഒരു പ്രപഞ്ചത്തെ കാണിക്കുന്നു. സങ്കീർത്തനങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു. സങ്കീർത്തനം അനുപാതം 19:1. ഭൗതികശാസ്ത്രം ജീവൻ സാധ്യമാക്കുന്ന സൂക്ഷ്മമായ നിയമങ്ങൾ വെളിപ്പെടുത്തുന്നു. ഡിസൈനറെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിപരമായ രൂപകൽപ്പനയെക്കുറിച്ച് ആർപ്പുവിളിക്കുന്ന ഡിഎൻഎയുടെ അവിശ്വസനീയമായ സങ്കീർണത ജീവശാസ്ത്രം വെളിപ്പെടുത്തുന്നു. ഓരോ കണ്ടുപിടുത്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമല്ലെങ്കിലും ദൈവം സൃഷ്ടിച്ച ലോകത്തെ സ്പർശിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും സത്യമാണ് എന്നാണ്. നമ്മൾ നമ്മുടെ പഠനം ആരംഭിക്കുമ്പോൾ ബൈബിളും ആധുനിക ശാസ്ത്രവും എന്ന വിഷയത്തിലൂടെ ഭയത്താൽ അല്ല, അത്ഭുതത്താൽ നിറയണം. ശാസ്ത്രം ചോദ്യങ്ങൾ ഉയർത്തുന്നതായി തോന്നുമ്പോൾ നാം പരിഭ്രാന്തരാകേണ്ടതില്ല. സൃഷ്ടിച്ച ദൈവം തന്നെ നമുക്ക് തന്റെ വചനം നൽകിയ അതേ ദൈവമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മനുഷ്യ സിദ്ധാന്തങ്ങൾ വന്നു പോകുമ്പോഴും അവന്റെ സത്യം മാറ്റമില്ലാത്തതാണ്. ബൈബിൾ ഇരുട്ടിൽ ഒരു വെളിച്ചമായി തുടരുന്നു, ചലിക്കാൻ കഴിയാത്ത പാറ. ശരിയായ ശാസ്ത്രം ശരിയായി മനസ്സിലാക്കിയാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവിലേക്ക് നമ്മെ തിരികെ നയിക്കും. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകുന്നതിന് അങ്ങനെ ഞങ്ങളുടെ ഉയർന്ന വിവരദായക വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോ രചിച്ചിരിക്കുന്നത് ശാസ്ത്രം, പരിണാമം, ബൈബിൾ കാനോൻ, പുരാവസ്തുശാസ്ത്രം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന വിദഗ്ധനായ ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പ് ആണ്. 1970 അദ്ദേഹം ക്രിയേഷൻ റിസർച്ച് ഗ്രൂപ്പ് സ്ഥാപിച്ചു. മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്.